അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഫോൺ കണ്ടുകൊണ്ട് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയേ. ഉറങ്ങിയിട്ട് ഉണരുന്നത് ഒരു നല്ല സ്വപ്നം കണ്ടുകൊണ്ടാണ്. എന്താണെന്നറിയാവോ? നല്ല കപ്പ, ചൂട് കപ്പ ഇങ്ങനെ വേവിച്ചിട്ട് ആവി പറക്കുന്നു, ചൂട് കാപ്പിക്കകത്തുനിന്ന് ആവി പറക്കുന്നു, മുള പിടിച്ചത്. ആ സീൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കൊതി വന്നു. ഞാനെന്തോ ഇത് ദിനുവിനോട് പറഞ്ഞോട്ടോ, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എനിക്ക് കപ്പയും മുള പൊടിച്ചതും തിന്നാൻ തോന്നുന്നെന്ന്. അപ്പം എന്നോട് പറയുക, നീ പോയി കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്ന് പുഴുങ്ങി എനിക്കും കൂടെ തരാൻ. ഒരു മര്യാദ വേണ്ടേ? അല്ലെങ്കിൽ ആ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞാൻ പുഴുങ്ങിക്കൊടുക്കാം. ഇത് ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പുഴുങ്ങി കൊടുക്കണമെന്ന്. പിന്നെ എനിക്കും ആഗ്രഹമുള്ളത് കൊണ്ട് ആരാണ്ട് വന്നാ. ഓ 5 കിലോ കപ്പ വേണം. ആരാന്ന് പറ. നീ ഓടി വാ. ആരാ ഇത്? വാ മാധവിയൊക്കെ. ഉണ്ട് ഗൈസ്, ഗസ്റ്റ് ഉണ്ട് ഗൈസ്, കാണിച്ചിട്ടാ. ഹലോ ഗൈസ്, 5 കിലോ കപ്പ അടുപ്പേ കയറ്റി വാ. ഇത് ലൈവാ. ഹലോ ഗൈസ്, എന്റെ കപ്പയ്ക്ക് കൂടുതൽ അവകാശങ്ങൾ വന്നിരിക്കുകയാണ്. ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ യൂട്യൂബ് ബ്ലോഗറാ കേട്ടാ, സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചിന്. ഇപ്പൊ വന്നവരൊക്കെ പോയി. ഇനി ഞാനിത് പുഴുങ്ങി കഴിഞ്ഞിട്ട് കപ്പയും നമ്മുടെ മുളക് ഇടിച്ചതും കട്ടനും ഒക്കെ ആയിട്ട് റെഡിയാക്കിയിട്ട് വീഡിയോ ഇടാവേ. ഇനി കപ്പയ്ക്ക് ഞാൻ ഉള്ളി പൊളിക്കുവാണേ. അപ്പം നമ്മുടെ മാധവിയും സ്നേഹയൊക്കെ വന്നിട്ട് അവർ പോയി. അവരോട് ഞാൻ ആകുന്ന പറഞ്ഞ് ഞാൻ കപ്പ കഴിച്ചുകൊണ്ട് പോകാമെന്ന്. കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു കുറച്ച് കൊടുക്കും ഞാൻ. അന്നേരം അവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ കപ്പയും പുഴുങ്ങി വെച്ചേക്കുന്നെന്ന്. അത് കാരണം ഇന്ന് വേണ്ട, പിന്നെ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവന്മാർ കുറേ സമയമൊക്കെ നിന്ന്, ധന്യമേടം കുറേ സമയം നിന്നു. കപ്പ അടുപ്പേ കിടന്ന് വേകുന്നു. വേഗമല്ല, പുഴുങ്ങുക കേട്ടോ. എപ്പോഴും എനിക്ക് കപ്പ വേകുന്നേ വരത്തുള്ളൂ. ഇത് വേവിക്കുമല്ലോ, പുഴുങ്ങില്ലേ. ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഞാൻ വിട്ടുകളത്തില്ല. ഇത് വലിയ ചിലവില്ലാത്ത ആഗ്രഹമല്ലേ. ഉള്ളി പൊടിച്ച് അങ്ങനെ ഉള്ളിയൊക്കെ പൊളിച്ച് പച്ചമുളകും ഉള്ളിയും പിന്നെ ഒരിക്കൽ കുടംപുളിയല്ല പിഴുപുളിയും പിന്നെ ഉപ്പും പിന്നെ തൈരും ഇച്ചിരി വെളുത്തുള്ളി ഒഴിച്ച് മുളക് ശരിയാക്കിയേ. പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തെ ചൂര ഉണ്ടായിരുന്നു. അപ്പോൾ ചൂരയുടെ ആ തലയും പിന്നെ കപ്പയും മുളകും കട്ടൻ കിട്ടും. അപ്പോൾ ദിനുവണ്ണൊക്കെ ഫുഡ് കഴിക്കാൻ വരാൻ ഇച്ചിരി താമസിക്കും. ഞാനും ദിയമോളും അമ്മയും കഴിക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പം ഞാൻ ഈ കപ്പ എടുക്കുമ്പോൾ കൂടുതലും വെന്ത പീസ് നോക്കി എടുക്കത്തില്ല. എനിക്ക് ഈ കട്ടിയുള്ള പീസൊന്നും ഇഷ്ടമല്ലേ. എന്നിട്ട്